ഓം ശാന്തി. സെക്കൻഡിൽ സർവസങ്കൽപ്പങ്ങളെയും ഒരു ബിന്ദുവിൽ മോർജാക്കി ആത്മിക സ്വരൂപത്തിൽ ഞാൻ സ്ഥിതമാകുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ് സ്വയം സർവപ്രാപ്തികളുടെയും ദാദാ ശിവബാബ എനിക്ക് സന്തുഷ്ടമണി ഭവ എന്ന വരദാനം നൽകിയിരിക്കുന്നു. ഞാൻ ആത്മാവിന് മേലെ ശിവവരദാനങ്ങളുടെ അമൃതവർഷമുണ്ടാക്കുന്നു. ദാദാ വരദാദാ ബാബയുടെ ഭണ്ഡാരം ഭർപൂറാണ്. ബാബ തുറന്ന ഹൃദയത്തോടെ എനിക്ക് സർവപ്രാപ്തികളുടെയും വരദാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരമാത്മജ്ഞാനത്താലും ദിവ്യ ഗുണങ്ങളാലും ദിവ്യശക്തികളുടെ ഖജനാവുകളാലും ഞാൻ ഭർപൂറാവുകയാണ്. ഇപ്പോൾ എൻ്റെ ഖജനാവിൽ അപ്രാപ്തമായി ഒരു വസ്തുവുമില്ല. സ്മൃതി സ്വരൂപമായി ഞാൻ എൻ്റെ സർവ ഖജനാവുകളും കാര്യത്തിൽ ഉപയോഗിച്ച് സന്തുഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ മനസ്സിൽ പരിധിയുള്ള യാതൊരാഗ്രഹവുമില്ല. മനസ്സിലും ഹൃദയത്തിലും ബാബയിലും ഡ്രാമയിലും ഞാൻ സന്തുഷ്ടമാണ്. സന്തുഷ്ടമണിയായി സ്വയം സന്തുഷ്ടമായിരിക്കുന്നു. എൻ്റെ ദൃഷ്ടി വൃത്തി കൃതിയിലൂടെ മറ്റുള്ളവരെയും സന്തുഷ്ടതയുടെ അനുഭൂതി ചെയ്യിക്കുന്നു. ഞാൻ സ്വയം തന്നെ ശ്രദ്ധിക്കുന്നു. സങ്കൽപ്പത്തിലും വചനത്തിലും കർമ്മത്തിലും സന്തുഷ്ടതയുടെ തിളക്കം കാണപ്പെടുന്നു. ഏതു പരിതസ്ഥിതി വന്നാലും ഏത് കണക്കുവഴക്കുകൾ തീർക്കുന്നതായാലും കർമ്മഭോഗം മുന്നിൽ വന്നാലും ഞാൻ പരിധിയുള്ള ആഗ്രഹങ്ങളിൽ നിന്നും മുക്തമായി സന്തുഷ്ടമണി ആത്മാ സദാ പ്രസന്നതയുടെ പ്രകാശത്തിൽ തിളങ്ങുന്നു. സന്തുഷ്ടതയുടെ ആധാരത്തിൽ ഞാൻ സഫലതാമൂർത്ത ആത്മാവാകുന്നു. ഇതെന്റെ ജന്മസിദ്ധ അധികാരമാണ്. സന്തുഷ്ടമണിയായി ഞാൻ പ്രഭുപ്രിയ ലോകപ്രിയ സ്വയം പ്രിയനുമാകുന്നു. ബാബയുടെ മസ്തകമണിയാക്കുന്നു. സന്തുഷ്ടതയുടെ ശക്തി സ്വതവേ അന്തരീക്ഷത്തിൽ സന്തുഷ്ടതയുടെ അലകൾ പരത്തുന്നു. സംഗമയുഗത്തിൽ ബാബയിൽ നിന്നുള്ള
വിശേഷ സമ്മാനമാണ് സന്തുഷ്ടത. സന്തുഷ്ടതയുടെ ശക്തിയിലൂടെ സാഹചര്യങ്ങളുടെ മേൽ വിജയിക്കുന്നു. അതിനായി സ്ഥിതി സദാ സാക്ഷി നിരീക്ഷകൻ്റെതാക്കുന്നു. ഞാൻ എപ്പോഴും സന്തുഷ്ടനാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സ്വയത്തെയും സമയത്തെയും ഞാൻ നോക്കുന്നു. സമയത്തിൻ്റെ വേഗതയും സ്വയത്തിൻ്റെ വേഗതയും നോക്കുന്നു. പാസ് വിത്ത് ഓണറാകണം. ഇന്ന് ബാപ്പുദാദ വിശേഷ വരദാനം നൽകുന്നു. സദാ സന്തുഷ്ടമണിയായി സന്തുഷ്ടതയുടെ പ്രകാശം പരത്തു. ബാപ്പുദാദ എനിക്ക് ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും മന്ത്രം നൽകിയിട്ടുണ്ട്. ഈ മന്ത്രത്തിൻ്റെ സ്മൃതി സ്വരൂപമാണെങ്കിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ വരില്ല. ഞാൻ മറ്റുള്ളവരുടെ വൈബ്രേഷനിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ബാബയ്ക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ഓരോ ആത്മാവിനെയും സന്തുഷ്ടമാക്കാനുള്ള സഹജമാർഗം ഇതാണ്. ബാബയുടെ വൈബ്രേഷൻ ആ ആത്മാവിലേക്ക് എത്തിയില്ലെങ്കിലും അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. മധുരമായ വാക്കുകൾ, പുഞ്ചിരിക്കുന്ന മുഖം, മധുരമായ മനോഭാവം, മധുരമായ ദൃഷ്ടി, സംബന്ധ സമ്പർക്കം എന്നിവ സേവനത്തിൻ്റെ മാർഗങ്ങളാണ്. ഭാവിയിൽ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കൂടുതൽ സേവനം ചെയ്യണം. സർവ ആത്മാക്കളുടെയും പ്രതി ശുഭഭാവനയും ശുഭകാമനയും വൃത്തിയും ദൃഷ്ടിയും സംസ്കാരവും സ്വാഭാവികമാകുന്നു. ഓരോ കുട്ടിയും വിജയമാലയിലെ മണിയാകുന്നത് കാണാൻ ബാപ്പുദാദ ആഗ്രഹിക്കുന്നു. വിജയി കുട്ടികൾക്ക് ബാപ്പുദാദയുടെ ഹൃദയത്തിലെ മാലയിൽ സ്ഥാനമുണ്ട്. ഞാൻ ബാബയുടെ കുട്ടിയാണ്. ബാബ പറയുന്നു, നീ എൻ്റെ കുട്ടിയാണ്. അപ്പോൾ സ്വതവേ ബാബയുടെ സമ്പത്തിന് അധികാരമുണ്ട്. സമ്പത്താണ് ബാബയ്ക്ക് സമാനമാകുക, വിജയി ആകുക. ഞാൻ ശ്രീമതമാകുന്ന കൈകളിൽ കൈകോർത്ത് നടക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. ബാപ്പുദാദ സൂചിപ്പിക്കുന്നു, സമയം വളരെ പെട്ടെന്ന് വരുന്നതാണ്. എവരുടെയും അശരീരിയുടെയും അനുഭവം ആവശ്യമാണ്. എത്ര തിരക്കായാലും സെക്കൻഡിൽ അശരീരിയാകാനുള്ള അഭ്യാസം ചെയ്യുന്നു. കുഴപ്പങ്ങൾക്കിടയിലും അചഞ്ചലമായ സ്ഥിതി ആവശ്യമാണ്. ബാബയുടെ സമാനമായവരെ കൂടെ കൊണ്ടുപോകുന്നു.
നഷ്ടമോഹ സ്മൃതി ലബ്ധയുടെ മണി മുഴക്കുമ്പോൾ ഒരുമിച്ചു പോകണം. ഞാൻ ബാപ്പ് ദാദയുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്നു. ഞാൻ ഡ്രിൽ ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ ആത്മാഭിമാനിയായി അശരീരി സ്ഥിതിയിൽ വേറിട്ടവനും ബാബയുടെ പ്രിയപ്പെട്ടവനുമായി അനുഭവം ചെയ്യുന്നു. ബാപ്പ് ദാദ മനസ്സിലാക്കി തരുന്നു, വരാനിരിക്കുന്ന സമയം കുഴപ്പങ്ങളുടെ സമയമാണ്. എല്ലാവർക്കും സകാശ് നൽകേണ്ടി വരും. അത് തീവ്ര പുരുഷാർത്ഥമായി മാറും. ഇത് ഭക്തിയുടെ രൂപത്തിൽ തിരികെ നൽകും. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെയും സ്ഥാനത്തിന്റെ ലഹരിയിലൂടെയും കൽപ്പകൽപ്പങ്ങളിലെ അധികാരിയാകുന്നു. ഞാനും എൻ്റെ ബാബയും ഈ സ്മൃതിയിൽ കമ്പൈൻഡായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ബ്രാഹ്മണനാണ്, നാളെ ദേവതയാകും. ഹംസോ സോഹം എന്ന മന്ത്രം ഓർമ്മിക്കുന്നു. ഞാൻ കൽപ്പകൽപ്പങ്ങളിലെ അധികാരി ആത്മാവാണ്. ഞാനായിരുന്നു, ഞാനാണ്, ഞാൻ എല്ലാ കൽപ്പത്തിലും ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ അധ്യാപകനായാൽ എല്ലാ കുറവുകളും സ്വതവേ സമാപ്തമാക്കും. ഓം ശാന്തി.